ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളച്ചനെ സാറെന്ന് വിളിക്കുന്നല്ലേ? എനിക്ക് അത്ഭുതം തോന്നുന്നു. ഭാര്യ ചിലപ്പോ ഭർത്താക്കന്മാരെ സാറെന്നും മാഷെന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ മക്കളച്ഛനെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ഇവിടെ മറ്റാരെയും കാണാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് സംശയിച്ചു. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വീട്ടുകാരെല്ലാം ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഞാനിപ്പോ വിളിക്കാം. ആ ശരി. എക്സ്ക്യൂസ് മീ സർ, മേ കം ഇൻ? വർമ്മ സാർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, അകത്തുണ്ട്. സർ, സാറിനെ കാണാൻ കുറച്ച് ആളുകൾ പുറത്തു വന്ന് നിൽക്കുന്നു. ഞാൻ അവരോട് എന്ത് പറയണം? ഞാൻ ഉടനെ വരാന്ന് പറയാം. ഓക്കെ സർ. സർ ഇപ്പൊ വരും കേട്ടോ. ഓ, കുട്ടി വർമ്മ സാറിന്റെ മോളല്ലേ? അതെ. മോളാണോന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? മോള് പഠിക്കാണോ? BSc കഴിഞ്ഞ് നിൽക്കുക. ഇനി PG എടുക്കണമെന്ന് ആഗ്രഹം. സോറി മോളെ, മോളുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്റെ പേര് ഋതിക. ദേ, സാർ വരുന്നുണ്ട്. ഇരിക്ക. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ജയരാമൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ PWD മിനിസ്റ്റർ. കുന്നത്തുകടവ് ശിവപുരം പാലമല്ലേ? അതെ. അല്ല, നിലവിൽ അവിടെ ഒരു പാലം ഇല്ലേ? ഉണ്ട് സാർ. അതിപ്പോ ഒരു സൈക്കിൾ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാ. എന്ന് വെച്ചാ പാലം പണിഞ്ഞിട്ട് കാലം കുറയായി അല്ലേ? അതെ സാർ. ഷാജു ഹമീദ് സാർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് പണിഞ്ഞ പാലമല്ലേ? അതെ സാർ. എന്തായാലും നമുക്കിവിടെ ഒരു പുതിയ പാലം പണിഞ്ഞേക്കാം. അത് ഉടനെ ചെയ്യാമെന്ന് ജയരാമൻ സാർ സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ സർ. സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ MScക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വെരി ഗുഡ്. ഇന്ന് തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. ഞാൻ പൊയ്ക്കോട്ടെ സർ? ഏത് കോളേജിലാ? സെന്റ് ജോസഫ് കോളേജ്. പൊയ്ക്കോട്ടെ സർ? ശരി. മോളച്ചനെ സാറെന്ന് വിളിക്കുന്നല്ലേ? എനിക്ക് അത്ഭുതം തോന്നുന്നു. ഭാര്യ ചിലപ്പോ ഭർത്താക്കന്മാരെ സാറെന്നും മാഷെന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ മക്കളച്ഛനെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. പക്ഷേ മകളച്ഛനെ സാറെന്നൊക്കെ വിളിക്കുമ്പോ അച്ഛന് മകളോടുള്ള വാത്സല്യം കുറയില്ലേ? സാധാരണ പെൺമക്കളോടാ അച്ഛന്മാർക്ക് സ്നേഹം കൂടുതൽ. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാ. അച്ഛനെന്ന് വെച്ചാൽ അവർക്ക് ജീവനാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ശരി സാർ. ശരി. നീ എന്ത് പൊട്ടത്തരൊക്കെ എടീ പറയുന്നത്? ഇടീ വർമ്മ എന്ന് പറയുന്ന ആള് വെറും മന്ത്രി മാത്രമല്ല, ഒരു കോടീശ്വരനാ. ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്ക്. വർമ്മ സാറിന് ഒരേ ഒരു മകളേ ഉള്ളു. രാജു ആ മന്ത്രി കൊച്ചമ്മയെ കെട്ടിയാലേ ആ സ്വത്ത് മുഴുവനും അവനുള്ളതാ. അവന് കിട്ടുന്ന സ്വത്ത് നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ? ഇതാ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. എന്റെ അമ്മയെ കാര്യങ്ങളൊന്നും അമ്മ കരുതുന്ന പോലെ അല്ല. എന്നാ നീ ഒന്ന് പറഞ്ഞു തന്നെ. അമ്മ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാ. വർമ്മ സാറ് കോടീശ്വരൻ തന്നെയാ. അല്ല പിന്നെന്തോന്നാ ശരികേട്? രാജു ഋതികയെ കല്യാണം കഴിച്ച പിന്നെ അവനെ
ആ കൊട്ടാരത്തിലെ അടിമയാ. അവര് പറയുന്നതൊക്കെ അവൻ കേക്കണം. ഓ സ്വത്തുക്കളെല്ലാം ആ ഋതികയുടെ പേരിലേ വർമ്മ സാർ എഴുതി കൊടുക്കൂ. ആ ആ രാജുവിന്റെ പേരിൽ കൊടുക്കില്ല. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പക്ഷെ ഭാര്യയുടെ സ്വത്ത് ഭർത്താവിനും കൂടെ ഉള്ളതാണല്ലോ. അതൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷെ കൈവിട്ട കളിക്കൊന്നും അവൻ തയ്യാറാവില്ല. പക്ഷേ രമ്യയുടെ കാര്യം അങ്ങനെയല്ല. സ്വത്തുക്കൾ ഏറെക്കുറെ എല്ലാം രമ്യയുടെ പേരിൽ തന്നെയാ. അത് മാത്രവുമല്ല, അവള് മനസാക്ഷിയുള്ളവളാ, നല്ലവളാ. നമുക്കെന്തുപകാരവും അവള് ചെയ്യും. തന്നെയുമല്ല, രാജു രമ്യയെ കല്യാണം കഴിച്ച അതിന്റെ നേട്ടം മുഴുവനുമേ നമ്മുടെ ഈ വീട്ടുകാർക്കാ. രമ്യയുടെ പേരില് ടൗണിൽ എത്ര വീടുകളുണ്ടെന്ന് അമ്മയ്ക്കറിയോ? അവളെ കയ്യിലെടുത്ത ചിലപ്പോ 1-2 വീടുകൾ വരെ അവള് നമുക്ക് എഴുതി തരും. അയ്യോ, ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈ കാര്യം നേരത്തെ പറയണ്ടായിരുന്നോ? ആ ഇനിയിപ്പോ അത് പോട്ട്. ഈ രമ്യ കുപ്പിയിലാക്കാൻ എന്താ ഒരു വഴി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. രാജു അവളുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കണം. അത് നടക്കുമെന്ന് ഉറപ്പ് കൊടുത്താ അവൾ എന്തുപകാരം വേണോ ചെയ്യും. ആ, അപ്പൊ അവളൊരു കറവ പശുവാണല്ലേ? യോ, ഞാൻ അറിഞ്ഞില്ല. ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റ്. നമുക്ക് സംയുക്തമായി അവളെ അങ്ങ് ഊറ്റാം. അമ്മേ, അമ്മ അവൾക്ക് സപ്പോർട്ട് കൊടുത്താ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ അവള് വിളഞ്ഞ പുള്ളിയാ. ഒറ്റയടിക്കൊന്നും ഞാൻ സപ്പോർട്ട് കൊടുക്കത്തില്ല. ആ, അത് ബുദ്ധിയോടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവളുടെ ചില വീടുകൾ ഞാൻ കൈക്കലാക്കും. അത് ഭാവിയില് നിനക്കും എന്റെ നന്ദിയില്ലാത്ത മോനും കൂടെ ഉള്ളതാണല്ലോ. അടിമോളെ, എനിക്കൊന്ന് പേഷ്യൽ ചെയ്യണം. അല്ല, ഈ നാട്ടില് ബ്യൂട്ടി പാർലർ എവിടാ? എന്ത് ചെയ്യണോന്ന്? ഈ പേഷ്യല്. ഓ, ഫേഷ്യല്. ആ ആ, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോണം. ആ, അത് ഞാനും രമ്യയും കൂടെ കൊണ്ടുപോവാം. നല്ല കാര്യം. അല്ല, കാശ് രമ്യ കൊടുക്കുമല്ലോ. അയ്യോ അയ്യോ, പിടിക്ക് പിടിക്ക്. അയ്യോ, പതിയെ പതിയെ. സൂക്ഷിച്ച്. എവിടെ നോക്കാൻ വണ്ടി പിടിച്ചത്? നീയാണോ റോങ് സൈഡ് കയറി വന്നേ? കൂടുതലൊന്നും പറയണ്ട, വണ്ടി ശരിക്കുന്നതിന് പോയാൽ മതി. വണ്ടി എടുത്ത് പറ. റോങ് സൈഡ് വന്നതും പോരാ, ഡയലോഗ് അടിക്കുന്നു. താനല്ലേ റോങ് സൈഡ് ഒന്ന് കയറിയത്, ഞാൻ കണ്ടല്ലോ. അല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വണ്ടി പണിയായി. നഷ്ടപരിഹാരം തന്നിട്ട് പോയാൽ മതി. കാശ് കോപ്പ് കാരണത്തൊന്നും തരയാണ് വേണ്ടത്. നഷ്ടപരിഹാരം എടുത്തോണ്ട് പോടാ വണ്ടി. തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഉരുട്ടിക്കൊണ്ടങ്ങ് പോയാൽ മതി. വാടാ. എല്ലാരും വാ. അകലെ